2024 ജൂൺ 27 വ്യാഴാഴ്ചയിലെ ദേശാഭിമാനി അക്ഷരമുറ്റത്തിൽ വന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 29. അടുത്ത ക്വസ്റ്റ്യൻ, ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപകൻ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അണുബാധയേറ്റ് 48 മണിക്കൂറിനുള്ളിൽ ആളുകളുടെ നില മാരകമായേക്കാവുന്ന സ്ട്രെപ്റ്റോകോക്കൽ ഷോക്കിംഗ് സിൻഡ്രം അടുത്തിടെ റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഉത്തരം ജപ്പാൻ. മാംസം ഭക്ഷിക്കുന്ന രോഗം എന്നും ഇതിനെ അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യ ബ്രെയിലി ലിപി കവിതാ സമാഹാരം ഏതാണ്? ഉത്തരം പിന്നിട്ട വഴികളും വരികളും. ഇതിൻ്റെ രചയിതാവ് അനീഷ് സ്നേഹയാത്രയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് ഓഫീസിലും ഘടക സ്ഥാപനങ്ങളിലും ഇനി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷ എന്ന വാക്കുമാറ്റി ആവശ്യകത എന്നാക്കുന്നതിന് തീരുമാനമെടുത്ത ജില്ലാ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം കൊല്ലം ജില്ലാ പഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് ആദ്യമായി കാട്ടാന അടക്കമുള്ള വന്യജീവികൾ കാടിറങ്ങുന്നത് തടയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിംഗ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മകഥയാണ് ഐ ഹാവ് ദി സ്ട്രീറ്റ്സ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി? ഉത്തരം രവിചന്ദ്ര അശ്വിൻ, റിട്ടൺ ബൈ ആർ അശ്വിൻ ആൻഡ് സിദ്ധാർത്ഥ് മോങ്ക. അടുത്ത ക്വസ്റ്റ്യൻ, കാസ എന്ന ബഹിരാകാശ ഏജൻസി ഔദ്യോഗികമായി ആരംഭിച്ച രാജ്യം? ഉത്തരം ദക്ഷിണ കൊറിയ. കൊറിയൻ എയ്റോസ്പേസ് അഡ്മിനിസ്ട്രേഷനാണ് കാസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 13 ദിവസങ്ങൾക്കുള്ളിൽ ഒരേ സീസണിൽ 3 തവണ എവറസ്റ്റ് കീഴടക്കിയ ലോകത്തിലെ ആദ്യ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ഉത്തരം പൂർണിമ ശ്രേഷ്ഠ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റുബിക്സ് ക്യൂബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം പ്രൊഫസർ എർണോ റുബിക്. അടുത്ത ക്വസ്റ്റ്യൻ, T20 ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു റൺസും വിട്ടുകൊടുക്കാതെ മത്സരത്തിലെ അനുവദിക്കപ്പെട്ട എല്ലാ ഓവറുകളും എറിഞ്ഞു തീർത്ത ആദ്യത്തെ താരം ആരാണ്? ഉത്തരം ലോക്കി ഫെർഗൂസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഇടം പിടിച്ച ഭാരതത്തിൽ നിന്നുള്ള പൗരാണിക ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം രാമചരിതമാനസ് ബൈ തുളസീദാസ്, പഞ്ചതന്ത്രം ബൈ വിഷ്ണു ശർമ്മ, സഹൃദയ ലോകലോകന ബൈ ആചാര്യ ആനന്ദവർദ്ധൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി വനിത ആരാണ്? ഉത്തരം അനാമിക ബി രാജീവ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയയുടെ പേര് എന്താണ്? ഉത്തരം എൻട്രോബാക്ടർ ബുഗാണ്ടൻസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, പട്ടികജാതി പട്ടികവർഗക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും പിന്തള്ളി വിപണന മൂല്യത്തിൽ 1-ാം സ്ഥാനത്തെത്തിയ AI ചിപ്പ് നിർമ്മാതാക്കൾ ആരാണ്? ഉത്തരം എൻവിഡിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ വിവിധ പരിശോധനകൾ ഇനി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഓപ്പറേഷൻ ലൈഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യാന്തര ഇംഗ്ലീഷ് സ്പെല്ലിംഗ് പരിശോധനാ മത്സരമായ സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബിയിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി ആരാണ്? ഉത്തരം ബൃഹത് സോമക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച വൈദ്യശാസ്ത്ര പരിശീലകൻ ആരാണ്? ഉത്തരം ഹേംചന്ദ് മാഞ്ചി. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3യുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെൻ്ററിയുടെ പേര് എന്താണ്? ഉത്തരം സ്പേസ് ഓൺ വീൽസ്. ആസാദി കാ അമൃത മഹോത്സവങ്ങളുടെ ആഘോഷഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച 75 ഉപഗ്രഹങ്ങൾ ISROയുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്ത സ്പേസ് ഓൺ വീൽസ് ഡോക്യുമെൻ്ററിയുടെ ഭാഗമായാണ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, കിഴക്കിൻ്റെ നൊബേൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ശ്രീനിവാസ് R കുൽക്കർണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ AI സഹായത്തോടെയുള്ള ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഏതാണ്? ഉത്തരം ഇന്ദ്രജാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, UPI സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന ആദ്യ തെക്കേ അമേരിക്കൻ രാജ്യത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം പെറു. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ഇന്ത്യ ഒരു വിദേശ രാജ്യത്തിൻ്റെ തുറമുഖ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തു. ഏത് രാജ്യത്തെ തുറമുഖത്തിൻ്റേതാണ് ഇത്? ഉത്തരം ഇറാൻ. ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നിയന്ത്രണമാണ് ഇന്ത്യ ഏറ്റെടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസ്രായേൽ ഗാസ യുദ്ധത്തിനിടെ തകർന്ന ഗാസയിലെ ചരിത്രപ്രസിദ്ധമായ കൊട്ടാരത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം അൽബാഷ കൊട്ടാരം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിക്ഷേപിച്ച ലോകത്തിലെ